കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ, സെയിന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോറിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷകളുടെ പഠനച്ചുവടിൽ അങ്ങനെ തല പുകഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുകളിലേക്ക് ഡിസംബർ മഞ്ഞിൻ്റെ നനുത്ത കുളിര് പോലെ, ജിംഗിൾ ബെൽസിൻ്റെ നേർത്ത സംഗീതം പോലെ ഞങ്ങൾ 5C കൂട്ടുകാർ പറന്നിറങ്ങുകയാണ്. കൊച്ചു കൊച്ചു കഥകളും പാട്ടുകളും കവിതകളും നാടകവും ഒക്കെയായി ഞങ്ങൾ ടീം 5C സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോർ. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്ന് റേഡിയോ പ്രിയോറിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആരാണെന്നറിയാമോ? കേട്ടു നോക്ക്. നമസ്കാരം, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി. സെന്റ് ഫിലോമിനാസ് HSSലെ ഒരു റേഡിയോ ചാനലാണ് പ്രിയോ എന്ന് പറയുന്നത്. കുട്ടികളുടെ അഭിരുചികൾ, കഥകളായാലും കവിതകളായാലും സിനിമാ പാട്ടുകളായാലും നിങ്ങളുടെ കഴിവുകൾ വളർത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് സെന്റ് ഫിലോമിനാസിന്റെ ഈ ഒരു ചാനൽ തുറന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നിങ്ങളുടെ കഥകളും കവിതകളും സിനിമാ ഗാനങ്ങളും നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഇതിലൂടെ പറയാം. എല്ലാവർക്കും ആസ്വദിക്കാം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ ധർമ്മജൻ ബോൾഗാട്ടിയും നമ്മുടെ ഗസ്റ്റായി എത്തി നമ്മുടെ റേഡിയോ പ്രിയോറിന്റെ മാറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അടുത്ത ആഴ്ചത്തെ ക്രിസ്മസ് എപ്പിസോഡിൻ്റെ ഒരു പൈലറ്റ് എപ്പിസോഡാണ്. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ പ്രോഗ്രാംസിനും ഒരു ക്രിസ്മസ് ടച്ച് ഉണ്ടാവും. എ കിസ് ഓഫ് ഡിസംബർ സ്നോ ഫ്രം 5C. അധികാരമോഹം മനുഷ്യൻ്റെ ബലഹീനതയാണ്. അത് ഇന്നത്തെ ഭരണാധികാരികളായാലും ശരി, പണ്ടത്തെ ഹെറോദേസ് ആയാലും ശരി. മക്കൾ താനൊപ്പം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്ന പഴഞ്ചൊല്ലിനെ പേടിച്ചാവും ഹെറോദേസ് സ്വന്തം മക്കൾ ഭരണ കൈമാറ്റത്തിനുതകും വിധം വളർന്നു കഴിഞ്ഞാൽ അവരെ കൊന്നുകളഞ്ഞ് തൻ്റെ ഭരണാധികാരം സുരക്ഷിതമാക്കുമായിരുന്നു അത്രേ. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? അതായിരുന്നു ഹെറോദേസ്. അങ്ങനെയുള്ള ഹെറോദേസിനോട് 3 ജ്ഞാനികൾ വന്ന് ഭാവിയിലെ രാജാവാകാനുള്ള ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കുമോ? ഉടനെ ഉത്തരവിട്ടു, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും നിഷ്കരുണം കൊന്നു തീർക്കുക. രാജ്യമെങ്ങും നിസ്സഹായരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശിരസറ്റ ശരീരവും അമ്മമാരുടെ ഉള്ളു പൊടിഞ്ഞ ദീനരോദനവും പട്ടാളക്കാരുടെ അട്ടഹാസവും കൊണ്ട് മുഖരിതമായി. എത്ര ഭയാനകമായിരുന്നിരിക്കുമല്ലേ അന്നത്തെ അന്തരീക്ഷം. ആ സംഭവം നമ്മുടെ അൻവിയ അനീഷ് ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. വിശ്വകാരണഭൂതാ നമിക്കുന്നു നിന്നെ, വിശ്വരക്ഷകാനാഥാ സർവലോകർക്കും ആശാകിരണമായി സർവശോക വിനാശകനായി വാഴുക എന്നും നീ ദേവാ, കരുണാമയനേ ദേവാ, കരുണാമയനേ ദേവാ. യൂദാ ചക്രവർത്തി ഹെറോദേസിന് ഉറക്കമില്ല. തന്റെ കൊട്ടാരത്തിൽ ഒരു ഉന്മാദിയെ പോലെ അയാൾ ഉണർന്നു നടന്നു. ആരിവിടെ? ആ പണ്ഡിതന്മാരെത്തിയോ? ഇല്ല മഹാരാജൻ, ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അവർ പറഞ്ഞത് വാസ്തവമാണ്. ബെത്ലഹേമിൽ ഒരു ദിവ്യശിശു പിറന്നിട്ടുണ്ട്. എന്ത്? പ്രവചനം സത്യമായിരിക്കുന്നു. യൂതന്മാരുടെ രാജാവാകുമെന്ന് പറയപ്പെടുന്ന ആ ശിശുവിന് 2 വയസ്സിൽ കൂടുതൽ പ്രായമില്ല.
അവനെ വളരാൻ നാം അനുവദിക്കുകയില്ല. നാം അവനെ വധിക്കും. സീസറിന് കപ്പം കൊടുത്തുകൊണ്ട് നാം ഇരിക്കുന്ന ഈ രാജസിംഹാസനം ഒരു പീറച്ചെറുക്കന് കൈമാറുകയോ? ഇല്ല, സാധ്യമല്ല. ആരിവിടെ? ബെത്ലഹേമിലും പരിസരത്തുമുള്ള 2 വയസ്സിൽ താഴെ പ്രായമുള്ള സർവ്വ ആൺകുട്ടികളെയും നിഷ്കരണം നിഗ്രഹിക്കുക. ഇത് ഹേറോദേസിന്റെ കൽപ്പനയാണ്. വേഗമാകട്ടെ. ഉത്തരവ് കേട്ടിട്ട് രാജയുദ്രന്മാർ ആയുധങ്ങളുമായി പരക്കം പാഞ്ഞു. വീട് വീടാന്തരം കയറിയിറങ്ങി അമ്മമാരുടെ കൈകളിൽ നിന്നും കുഞ്ഞുങ്ങളെ പിടിച്ചു വാങ്ങി അരിഞ്ഞു തള്ളി. ബെത്ലഹേമിലും പരിസരത്തിങ്കലും രാജഭടന്മാരോടി നടന്നു. കുഞ്ഞുമക്കൾ തൻ കണ്ട നാളങ്ങൾ വാളുമായെത്തുന്നു ആർത്തു ചിരിച്ചവർ. അരുത്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ബെത്ലഹേം പ്രകമ്പനം കൊണ്ടു. അമ്മമാരുടെ ആർത്തനാദത്തിന് അന്തരീക്ഷം മുഖരിതമായി. ബെത്ലഹേമിന്റെ മണ്ണിനുടനീളം നിലമൊഴുകി പരന്നു. നിർമ്മലന്മാരായ ബാലകന്മാരുടെ രക്തത്താൽ ബെത്ലഹേമിലെ കീറിയെറിഞ്ഞ ശോണപുഷ്പങ്ങൾ പോലെ ചിതറിത്തെറിച്ച കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ കൂട്ടക്കരച്ചിൽ. അവരിൽ പലരും ദുഃഖം സഹിക്കാനാകാതെ ഹൃദയം പൊട്ടി മരിച്ചു. ചിലർ ആത്മഹത്യ ചെയ്തു. ദുഷ്ടനായ ഹെറോദേസ് അതാ ആർത്തുചിരിക്കുന്നു. വധിക്കപ്പെട്ട കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ണിയേശുവും ഉൾപ്പെട്ടിട്ടുണ്ടാകും. ലോകരക്ഷകൻ എവിടെ? ഈ ലോകരക്ഷകൻ? പക്ഷേ ആ മൂഢാത്മാവിന്റെ കണക്കുകൂട്ടൽ അസ്ഥാനത്തായിരുന്നു. ആ നീചൻ ശിശുവിധിക്ക് ഉത്തരവിടുന്നതിന്റെ തലേ ദിവസം രാത്രി ജോസഫിന് ദൈവത്തിന്റെ വെളിപാടുണ്ടായി. ജോസഫ്, ഇന്ന് രാത്രി തന്നെ നീയും കുടുംബവും ജെറുസലേം വിട്ടു പോവുക. ഉണ്ണിയേശുവിന്റെ ജീവൻ അപകടത്തിലാണ്. നീയും കുടുംബവും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. അന്ന് രാത്രി ജോസഫും കുടുംബവും ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ഹെറോദേസിന്റെ കഷ്ടകാലവും അന്ന് ആരംഭിച്ചു. മനുഷ്യരെ കൊന്നും കൊല വിളിച്ചും കുടിലതന്ത്രങ്ങൾ മെനഞ്ഞ ഹെറോദേസ് സർവവും തന്നെ നശിപ്പിക്കുമെന്നോർത്ത് സർവത്ര സംശയഗ്രസ്തനായി മാറി. സർവവും തന്നെ നശിപ്പിക്കുമെന്നോർത്ത് സർവത്ര സംശയഗ്രസ്തനായി മാറി. ഹെറോദേസിന്റെ സമതലം നഷ്ടപ്പെട്ടു. ചെയ്തു കൂട്ടിയ കൊടും പാതകങ്ങൾ അയാളെ വേട്ടയാടാൻ തുടങ്ങി. തന്റെ മക്കൾ, ഭാര്യ, മിത്രങ്ങൾ, വൈദികന്മാർ തുടങ്ങിയ പലരെയും വെള്ളത്തിൽ മുക്കിയും നെഞ്ചിൽ ആണി തറച്ചും കരചരണങ്ങൾ വെട്ടിമാറ്റിയും കൊലപ്പെടുത്തിയ ഹെറോദേസ് പിഞ്ചു കുഞ്ഞുങ്ങളെ അരിഞ്ഞു തള്ളിയ ആ നിഷ്ഠൂരൻ അതാ വിരൂപനായി, രോഗിയായി, ചീഞ്ഞളിഞ്ഞ ശരീരവുമായി മരണത്തിന് കീഴടങ്ങി. ഹെറോദേസിന്റെ മരണം വരെ ജോസഫും കുടുംബവും ഈജിപ്തിൽ തന്നെ താമസിച്ചു. അതിനുശേഷം അവർ ഗലീലയിലെ നസ്രത്ത് എന്ന ഗ്രാമത്തിലേക്ക് വന്നു. നസ്രത്തിൽ വളർന്നതുകൊണ്ട് യേശുവിനെ നസ്രത്തുകാരനെന്നും അദ്ദേഹത്തിന്റെ അനുയായികളെ നസ്രാണികളെന്നും അറിയപ്പെട്ടു. നസ്രത്തിലെ ജനങ്ങൾ ഒന്നടങ്കം യേശുവിനെ സ്തുതിച്ചു തുടങ്ങി. ലോകത്തിനെന്നും പ്രകാശമായി മേവുന്ന ദേവാ യേശുദേവാ, ദൈവം കനിഞ്ഞു ഞങ്ങൾക്കു നൽകിയ പുണ്യപ്രകാശമല്ലേ നീ, കനിവിൻ നിറകുടമല്ലേ, മാനവരാശിക്ക് സ്നേഹത്തിൻ ദീപമായി കാട്ടിത്തരീണമേ ദേവാ, കാട്ടിത്തരീണമേ ദേവാ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ.
ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും ഓരോ നാടിനും ആ നാടിനോടനുബന്ധിച്ച ചില പിന്നാമ്പുറ കഥകളുണ്ട്. ചിലപ്പോൾ വെറും കഥകളാവും, ചിലപ്പോൾ നടന്ന സംഭവങ്ങളെ കഥാതന്തുവായി വികസിപ്പിച്ചെടുത്തതുമാവാം. എങ്ങനെയായാലും ക്രിസ്മസിനോടനുബന്ധിച്ച ആചാരങ്ങളുടെ 2 കൊച്ചു ഉത്ഭവ കഥകൾ പറയുകയാണ് ഹെൽന ആന്റണിയും സാംസൺ ജോസും. പണ്ട് തുർക്കിയിൽ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ഭാര്യ മരിച്ചുപോയ അയാൾക്ക് 3 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ കച്ചവടങ്ങളിൽ നഷ്ടം പറ്റിയ വ്യാപാരിയുടെ സമ്പത്തെല്ലാം നശിച്ചു. അയാൾ 3 പെൺമക്കളെയും കൊണ്ട് ഒരു കർഷകന്റെ വീട്ടിൽ അഭയം തേടി. തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ള ധനമോ സ്വത്തോ ഒന്നും വ്യാപാരിയുടെ പക്കലില്ലായിരുന്നു. ഈ കഷ്ടപ്പാട് ഒരാൾ അറിയുന്നുണ്ടായിരുന്നു. തുർക്കിയുടെ ബിഷപ്പായിരുന്ന സെന്റ് നിക്കോളാസ് ഒരു ദിവസം രാത്രി ആരും അറിയാതെ അവരുടെ വീട്ടിലെത്തി. ജനലിലൂടെ നോക്കിയപ്പോൾ പെൺകുട്ടികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ഉണക്കാനായി വിരിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. നിക്കോളാസ് തന്റെ കയ്യിലുണ്ടായിരുന്ന 3 സ്വർണ്ണക്കിഴികൾ പെൺകുട്ടികളുടെ വസ്ത്രത്തിലേക്കിട്ടു. പിറ്റേന്ന് പെൺകുട്ടികൾ തങ്ങൾക്ക് കിട്ടിയ സമ്മാനം കണ്ട് അത്ഭുതപ്പെട്ടു. വ്യാപാരി ആ സ്വർണ്ണ നാണയങ്ങൾ വിറ്റ് പെൺകുട്ടികളുടെ വിവാഹം ആഘോഷമായി നടത്തി. എന്നാൽ സെന്റ് നിക്കോളാസ് ആണ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സമ്മാനം നൽകിയതെന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. അങ്ങനെ സെന്റ് നിക്കോളാസ് സമ്മാനം നൽകുന്ന സാന്താക്ലോസായി ലോകമെങ്ങും അറിയപ്പെടുകയും ചെയ്തു. പണ്ട് യൂറോപ്പിലെ ഒരു ഗ്രാമത്തിൽ നടന്ന കഥയാണ്. ഒരു ക്രിസ്മസ് ദിനത്തിലെ മഞ്ഞുപൊഴിയുന്ന സന്ധ്യ. പാടത്ത് ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഒരു ഇടയ ബാലിക. മെഡലിൻ, അതായിരുന്നു അവളുടെ പേര്. അവളുടെ ചങ്ങാതിമാരെല്ലാം നേരത്തെ മടങ്ങിപ്പോയിരുന്നു. കാരണം അന്നാണ് ഉണ്ണിയേശുവിനെ കാണാൻ സമ്മാനവുമായി പോകേണ്ടത്. സ്വർണ്ണാഭരണങ്ങൾ, പഴങ്ങൾ തുടങ്ങിയവയെല്ലാമായി അവളുടെ ചങ്ങാതിമാർ ദേവാലയത്തിലേക്ക് പോകുന്നത് മെഡലിൻ പാടത്തിരുന്നു കണ്ടു. പാവം മെഡലിൻ, അവൾക്ക് ഉണ്ണിയേശുവിന് സമ്മാനമായി നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ പാടത്തിരുന്നു തേങ്ങി. മെഡലിന്റെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ ഒരു മാലാഖ അവൾക്കരികിലെത്തി. എന്നിട്ട് പാടത്തെ മണ്ണ് വകഞ്ഞു മാറ്റി. അതാ മണ്ണിടയിൽ ഇളം ചുവപ്പു നിറമുള്ള ധാരാളം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. മെഡലിൻ ആ പൂക്കളുമായി ദേവാലയത്തിലെത്തി ഉണ്ണിയേശുവിന് സമ്മാനിച്ചു. മെഡലിൻ നൽകിയ ആ പൂക്കൾ പിന്നീട് ക്രിസ്മസ് റോസ് എന്നറിയപ്പെട്ടു. ഇന്നും ക്രിസ്മസ് പുൽക്കൂടിൽ അലങ്കരിക്കാനായി ഉപയോഗിക്കുന്ന പവിത്രമായ പുഷ്പമാണ് ക്രിസ്മസ് റോസ്. ആത്മാവിനെ തൊട്ട് കടന്നു പോകുന്ന ചില ഗാനങ്ങളുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ ഒന്ന് മൂളിപ്പോകുന്നവ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന പാട്ട് ആ ഒരു റേഞ്ചിൽപ്പെട്ട പാട്ടാണ്. സായുജ്യം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ KG ജോയ് ഇത് എഴുതുമ്പോഴോ ശ്രീ യൂസഫ് അലി കേച്ചേരി ഇതിന് ഈണം നൽകുമ്പോഴോ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ പാട്ടിന് ഇത്രയധികം ആയുസ് ഉണ്ടാവുമെന്ന്. P. സുശീലാമ്മയും കോറസും അനശ്വരമാക്കി ആ ഗാനം ആലപിക്കുന്നു ജുവൽ മരിയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാവങ്ങൾ കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാവങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കനിവിൻ കടലേ, അറിവിൻ പുര
ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ നിൻ മുൻപിൽ വന്നിതാ നിൽപ്പു ഞങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ മുൻപിൽ വന്നിതാ നിൽപ്പു ഞങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ആലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. ഉലകിന്നുയിരായി മനസ്സിൻ മധുവായി ഉണരൂ ഉണരൂ മണിവിളക്കേ. ഉലകിന്നുയിരായി മനസ്സിൽ മധുവായി ഉണരൂ ഉണരൂ മണിവിളക്കേ. കർത്താവേ കനിയൂ നീ യേശുനാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ കനിയൂ നീ യേശുനാഥാ. ഹല്ലേലൂയ ഹല്ലേലൂയ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഈ താറാവും ക്രിസ്മസും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്തിന് പുറകിലൊരു താറാവും കൂടെ ഉണ്ടായിരുന്നതായി ചരിത്രത്തിലെങ്ങും പറയുന്നില്ല. പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള ക്രിസ്തു ജനന അനുസ്മരണങ്ങളിലെല്ലാം താറാവിന് അത്യുന്നത സ്ഥാനമാണുള്ളത്. കുട്ടനാടൻ താറാവ് കറി, കേരളത്തിൻ്റെ തനതായ താറാവ് പാലുകറി, വിഗോവ ഡക്ക്, ഡക്ക് ബാംബൂ കറി, ഡക്ക് മപ്പാസ്, അങ്ങനെ 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 അങ്ങനെ. ഇത്തവണത്തെ ക്രിസ്മസിനിതാ റയാൻ ജിബേഷ് സ്പെഷ്യൽ പച്ചക്കുരുമുളക് അരച്ച് തെച്ച ഡക്ക് റോസ്റ്റ്. റെസിപ്പി വേണോ? കേട്ടാൽ മാത്രം പോരാ, എഴുതിയെടുത്ത് വായിച്ച് പഠിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. റയാൻ ജിബേഷ് സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ് ബൈ റയാൻ ജിബേഷ്. ഹായ്, ഞാൻ റയാൻ ജിബേഷ്. കോടമഞ്ഞിൻ്റെ തണുപ്പിങ്ങനെ ഊർന്നിറങ്ങുന്ന ക്രിസ്മസ് രാവ്. തലേ ദിവസത്തെ പാതിരാ കുർബാനയുടെ ഉറക്കച്ചതവോടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അടുക്കളയിൽ അമ്മ ഉണ്ടാക്കുന്ന തുമ്പപ്പൂ പോലത്തെ വെള്ളയപ്പത്തിൻ്റെയും ട്രഡീഷണൽ കുട്ടനാടൻ താറാവ് കറിയുടെയും മണം. അതൊരു വികാരം തന്നെയാണ്. പക്ഷേ ഈ വർഷം ആ വികാരം ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ വർഷം ക്രിസ്മസിന് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് റയാൻ ജിബേഷ് ക്രിസ്മസ് സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ്. അപ്പോൾ തുടങ്ങാം. ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പറമ്പിൽ നിന്ന്, അപ്പുറത്തെ വീട്ടുകാരൻ്റെ പറമ്പിൽ നിന്ന് കുറച്ച് പച്ചക്കുരുമുളക് സംഘടിപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പുറത്തെ പറമ്പിലേതാണെങ്കിൽ വീട്ടുകാരനോട് ചോദിച്ചിട്ട് വേണം പറിക്കാൻ. റയാൻ ജിബേഷ് ക്രിസ്മസ് സ്പെഷ്യൽ ഡക്ക് റോസ്റ്റിനാണെന്ന് പറഞ്ഞാൽ അയാൾ തരാതിരിക്കില്ല. ആദ്യം തന്നെ മിക്സിയുടെ ബൗളിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പച്ചക്കുരുമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ഡക്കിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ വച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുക്കുക. പാൻ ഇല്ലെങ്കിൽ ചീനച്ചട്ടി ആയാലും മതി. അതിലേക്ക് വറ്റൽമുളക്, മല്ലി, കുരുമുളക്, ഏലക്ക, പെരുംജീരകം ചേർത്ത് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക.
അതിനുശേഷം ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ വഴറ്റി നമ്മൾ പൊടിച്ചു വച്ച മസാലപ്പൊടിയെ ചേർത്തിളക്കുക. എന്നിട്ടെന്താ, ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരുന്ന ഡക്ക് ചേർത്ത് ഇളക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങ വറുത്ത് അരച്ചതു കൂടി ചേർത്ത് കുറുക്കുറ പരുവത്തിൽ ഇറക്കിയാൽ സംഭവം ഉഷാർ. കാതോടു കാതോരം. പ്രണയത്തിൻ്റെയും പകയുടെയും നഷ്ടപ്പെടലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ വേദനകളും സന്തോഷവും കോർത്തിണക്കി ശ്രീ ഭരതൻ പറഞ്ഞ കഥ. 1985 റിലീസായ ഈ ചിത്രത്തിലെ ടൈറ്റിൽ സോങ് ഇന്ന് റേഡിയോ പ്രിയോറിലൂടെ ആലപിക്കുന്നത് മറ്റൊരു ഗസ്റ്റാണ്. ഫൈസയിലെ ദക്ഷ ശ്രീബുവിൻ്റെ അമ്മ ശ്രീമതി ശ്രീജ ശ്രീബു. ലാ 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 ആഹാ മന്ത്രം ലാ 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 വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരി നെൽക്കതിരിൻ തിരിയിൽ ആരിയ പാൽമണികൾ കുറുകി നെന്മണിതൻ കുലകൾ വെയിലുലയേ കുളിരു പെയ്ത നില കുഴലു മോദീനി കുറുമൊഴി ഇതിലെ വാ ആരോ പാടി പെയ്യുന്നു തേൻമഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ തളിരിലെ പവിഴമുരുകുമി ഇലകൾ ഹരിതമണികളണിയും കരളിലെ പവിഴമുരുകി വേറെയൊരു കരളിൻ നിഴയിലുറയും കുളിരു പെയ്ത നില കുഴലു മോദീനി കുറുമൊഴി ഇതിലെ വാ ആരോ പാടിത്തേകുന്നു തേനലകൾ കുതിരും നിലമിതൊഴുതു മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ബെത്ലഹേം എന്നാൽ അപ്പത്തിൻ്റെ നാടെന്നാണ് അർത്ഥം. ഉണ്ണിയേശു പിറന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നാട്ടിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക താളമായിരുന്നു ഇതുവരെ. ക്രിസ്തുമസ് സിറ്റി എന്നൊരു നിക്നെയിം തന്നെ ഇതിനുണ്ട്.
ഇവിടുത്തെ സ്റ്റാർ സ്ട്രീറ്റിൽ നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു അത്രേ. എന്നാൽ ഇന്നിതാ ഇസ്രായേൽ ഹമാസ് യുദ്ധം തകർത്തെറിഞ്ഞ ബെത്ലഹേമിൻ്റെ അവസ്ഥ എന്താണ്? ദക്ഷാശ്രീബുവിൻ്റെ വാക്കുകളിലൂടെ നമുക്കും പോകാം ബെത്ലഹേമിലേക്ക്. പലസ്തീനിലെ ഒരു നഗരമാണ് ബെത്ലഹേം. യേശു ക്രിസ്തുവിൻ്റെ ജന്മഗേഹം ബെത്ലഹേമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിഭാഗമായ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2012 ജൂണിൽ ഉൾപ്പെടുത്തി. ജെറൂസലേമിന് 8 കിലോമീറ്റർ തെക്കായി സെൻട്രൽ വെസ്റ്റ് ബാങ്കിലാണ് ബെത്ലഹേം സ്ഥിതി ചെയ്യുന്നത്. പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലാണ് യേശുക്രിസ്തു ജനിച്ച ബെത്ലഹേം. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടെയാണ് ബെത്ലഹേം തെരുവുകൾ വിജനമായത്. ക്രിസ്തുവൊന്നും വന്നില്ല, ഒരാൾ പോലും എന്നാണ് അലക്സാണ്ടർ ഹോട്ടൽ ഉടമ ജോയ് കനവതി പറഞ്ഞത്. ഇത് എക്കാലത്തെയും മോശം ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് ബെത്ലഹേം അടച്ചു പൂട്ടിയിരിക്കുന്നു. ക്രിസ്മസ് ട്രീ ഇല്ല, സന്തോഷമില്ല, ക്രിസ്മസ് സ്പിരിറ്റ് ഇല്ല, ജോയ് പറഞ്ഞു. ഈ വർഷം ഒക്ടോബർ 7 മുമ്പ് തന്ന ഹോട്ടലിലെ ക്രിസ്മസ് ബുക്കിംഗ് പൂർത്തിയായിരുന്നുവെന്ന് ജോയ് പറഞ്ഞു. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ അടുത്ത വർഷത്തേക്കുള്ള ബുക്കിങ്ങുകൾ ഉൾപ്പെടെ എല്ലാവരും റദ്ദാക്കി. വെസ്റ്റ് ബാങ്ക് ആരും ആരവവും നിറഞ്ഞ ക്രിസ്മസ് കാലത്ത് അണിഞ്ഞൊരുങ്ങാറുള്ള ബെത്ലഹേമിലെ തെരുവുകൾ ഇന്ന് വിജനമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കാരണം തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ വരാൻ ഭയമാണെന്ന് കച്ചവടക്കാർ പറയുന്നു. രാത്രി അത്താഴം കഴിക്കാൻ 120 പേരെങ്കിലും വരുമായിരുന്നു. ആൾക്കൂട്ടം, ബഹളം. എന്നാൽ ഇന്ന് ശൂന്യത മാത്രം. ക്രിസ്മസ് പ്രഭാത ഭക്ഷണമില്ല, അത്താഴമില്ല, ബുഫേയില്ല, ജോയ് പറഞ്ഞു. ക്രിസ്മസ് സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇസ്രായേൽ ഹമാസ് യുദ്ധം സംബന്ധിച്ച വേദന പങ്കുവച്ചിരുന്നു. യേശു ജനിച്ച മണ്ണിൽ യേശുവിൻ്റെ സമാധാന സന്ദേശം മുങ്ങുകയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ 6500ഓളം വിശ്വാസികൾ പങ്കെടുത്ത സയാജ്ഞ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസ്കരിക്കുകയും അദ്ദേഹം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ബെത്ലഹേമിലാണ്. അവിടെ യുദ്ധത്തിൻ്റെ വ്യർത്ഥമായ യുക്കിത്തായ് ആയുധങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ സമാധാനത്തിൻ്റെ രാജകുമാരൻ ഒരിക്കൽ കൂടി തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു, മാർപ്പാപ്പ പറഞ്ഞു. യേശു ജനിച്ച മണ്ണിൽ ആ സമാധാന സന്ദേശം യുദ്ധത്തിൻ്റെ അർത്ഥശൂന്യതയിൽ മുങ്ങുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ. പോപ്പ് പദവിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 11ാം സന്ദേശമായിരുന്നു ഇത്തവണത്തേത്. ഗാസയിൽ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് യുദ്ധത്തിൻ്റെ വ്യർത്ഥ യുക്തിയെ കുറിച്ച് പോപ്പ് സംസാരിച്ചതെന്ന് ശ്രദ്ധേയമായെന്ന്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സംഭവവികാസങ്ങൾ കാരണം ബെത്ലഹേം ദുഃഖത്തോടെയാണെന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് പലസ്തീൻ ടൂറിസം മന്ത്രി റുലമയ്യ പറഞ്ഞു. 41 വർഷങ്ങൾക്കിപ്പുറവും ക്രിസ്തുമസ് ഗാനങ്ങളിൽ സുന്ദരി പൈതലാമേശുവെ തന്നെയാണ്. ഈ ഗാനത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അന്ന് ബ്രദറും ഇന്ന് വൈദികനുമായ റെവറൻഡ് ഫാദർ ജോസഫ് പാറാങ്കുഴി ഈ ഗാനം രചിച്ചതിന് ശേഷം അന്നത്തെ തൻ്റെ പ്രൊഫസറായ റെവറൻഡ് ഫാദർ ജസ്റ്റിൻ പനക്കലാച്ചിനെ ഏൽപ്പിച്ചു സംഗീത സംവിധാനത്തിന്. ജസ്റ്റിൻ അച്ഛൻ ഈണമിട്ട് ഈ ഗാനം അന്നത്തെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനെ കേൾപ്പിച്ചു. പാട്ടു കേട്ട പാടെ അദ്ദേഹം പാട്ടിൻ്റെ ചീട്ടുകീറി. പോരച്ച, ഇത് വിജയിക്കില്ല. ഇത് കേട്ട ജസ്റ്റിൻ അച്ഛൻ പിറ്റേന്ന് തെല്ലൊരു ദുഃഖഭാരത്തോടെയാണ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുന്നിലെത്തിയത്. അച്ഛൻ്റെ ഭാവമാറ്റം മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ ചോദിച്ചു, എന്താ കാര്യം? അച്ഛൻ കാര്യം പറഞ്ഞു. എന്നാൽ പിന്നെ ഈ ഈണം ഞങ്ങളും കേൾക്കട്ടെ എന്നായി അച്ഛൻ കുട്ടികൾ. അതിനെന്തായെന്ന് പ്രൊഫസറും.
ഈണം കേട്ട കുട്ടികൾ 41 വർഷം മുൻപ് ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇത് മാസാണ്, തകർക്കും. അച്ഛൻ ധൈര്യമായി മുന്നോട്ട് പോകും. അച്ഛൻ അതുമായി മുന്നോട്ട് പോയി. അച്ഛൻ കൊച്ചുങ്ങളുടെ പ്രവചനം സത്യമായി. 41 വർഷങ്ങൾക്കിപ്പുറം പൈതലാമേശുവേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ശ്രീമതി ചിത്ര അസാധ്യമായി പാടിയ ആ പാട്ട് മരിയ ടോംസന്റെ സ്വരത്തിൽ നമുക്ക് കേൾക്കാം. പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ ആഹാ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ. താരാങ്കണങ്ങളാൽ ആഗതരാകുന്നു വാനരൂപികൾ, ഗായക ശ്രേഷ്ഠർ. വാനരൂപികൾ ഗായകർ ശ്രേഷ്ഠർ. പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ ആഹാ. ഉള്ളിൽ തിരതെല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷക നിരയായി. നാദാ നീ നാഥനായി വാഴുമെന്നീശനായി, ഉണർവോടേകുന്നിൻ ഉൾത്തടം ഞാൻ. ഉണർവോടേകുന്നിൻ ഉൾത്തടം ഞാൻ. പൈതലാം യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ക്രിസ്മസ് സീസൺ എന്നാൽ കേരളത്തിലെന്നല്ല, ഭാരതത്തിലെന്നല്ല, ലോകത്തിൽ തന്നെ ആഘോഷങ്ങളുടെ സീസണാണ്. അതിനാൽ തന്നെ ക്രിസ്മസിനെ ആസ്പദമാക്കി ഒട്ടേറെ ചലച്ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അടുത്ത കാലത്ത് കണ്ട ക്രിസ്മസ് ചിത്രങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് 2017 പുറത്തിറങ്ങിയ ദ സ്റ്റാർ എന്ന ചിത്രമാണ്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിലെ കേന്ദ്ര കഥാപാത്രം ഒരു ഡോങ്കിയാണ്.
ജോസഫും മേരിയും ഹെറോദേസും പടയാളികളുമൊക്കെയായി കുറേ മനുഷ്യ കഥാപാത്രങ്ങളും ഇതിൽ വരുന്നുണ്ട് എങ്കിലും കഥ പോകുന്നത് ഒരു ഡോങ്കിയുടെ കണ്ണിലൂടെയാണ്. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് മുൻപ് അവനുണ്ടാവുന്ന സഫറിങ്സ്, മേരിയോടുള്ള കെയറിങ്, പല അപകടങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാനായി അവനെടുക്കുന്ന റിസ്ക്, അഡ്വഞ്ചർ, ഹീറോയിസം, ഇതെല്ലാം കോർത്തിണക്കി മനോഹരമായി ചിത്രീകരിച്ച ഒരു ചിത്രമാണ് ദ സ്റ്റാർ. ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രം കണ്ടപ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണി യേശു പിറന്ന ആ രാത്രിയിൽ മനുഷ്യരെക്കാൾ ആ ജനനം ആഘോഷിച്ചത് മൃഗങ്ങളായിരുന്നില്ലേ എന്ന് ചിന്തിച്ചത്. അങ്ങനെയാണ് അന്നത്തെ കാലിത്തൊഴുത്തിലെ മൃഗങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോകാം എന്നൊരു ചിന്ത വന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളെല്ലാം മൃഗങ്ങളാണ്. സിറ്റുവേഷൻസും ഡയലോഗ്സും ഇമാജിനേഷനാണ്. എങ്കിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നു എ സ്കിറ്റ്, ദ ബ്ലെസ്സഡ് സ്റ്റേബിൾ. ശബ്ദം നൽകിയത് ദക്ഷ ശ്രീബു, ഹെൽന ആന്റണി, സജുവൽ MS, ആർവിൻ അനിൽ. നോക്കിയേ പൂവാലി, ആരോ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, അതാരാ? ഒരു കഴുതക്കുട്ടനാണല്ലോ. ഏയ്, നിങ്ങൾ അറിഞ്ഞോ, ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എവിടെ? ഇവിടെ, ഈ കാലിത്തൊഴുത്തിൽ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവിടെ കുഞ്ഞ് ജനിക്കയോ? ആരുടെ കുഞ്ഞ്? കുഞ്ഞ് ജോസഫിന്റെയും മേരിയുടെയുമാണ്. പക്ഷേ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നിസ്സാരക്കാരനല്ലത്രേ. എന്തൊക്കെയോ വിശേഷങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവര് സെൻസസിൽ പേര് ചേർക്കാൻ വന്നതാ. പക്ഷേ ഇവിടെ ഒരു സത്രത്തിലോ വീട്ടിലോ സൂചി കുത്താനിടമില്ല. എല്ലായിടത്തും നിറഞ്ഞു. എന്റെ മണിയാടെ, നിങ്ങൾ എന്തു ചെയ്യും? ഇവിടെയൊക്കെ അലങ്കോലമായി കിടക്കുകയാണല്ലോ. സാരമില്ല പൂവാലി, നമുക്കിതൊക്കെ പെട്ടെന്ന് ഒതുക്കി വെക്കാം. പൈക്കുറിഞ്ഞി കിങ്ങിണി കുഞ്ഞാടെ, നിങ്ങൾ പുൽത്തൊട്ടി ഒന്ന് ശരിയാക്കി വെക്കേ. കുഞ്ഞിനെ അതിൽ കിടത്താം. ശരി അമ്മേ. കിങ്ങിണി കുഞ്ഞെ, നിന്റെ അമ്മയുടെ പാല് മുഴുവൻ നീ കുടിച്ചു തീർക്കരുത്. ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വന്നാൽ നിന്റെ അമ്മയ്ക്ക് മാത്രമേ ഇപ്പോൾ പാലുള്ളൂ. അവരുടെ തുള്ളി തുള്ളിയുള്ള ഓട്ടം കണ്ടില്ലേ? ഇനി ഇന്നവർക്ക് പാലേ വേണ്ട. മണിയാടെ, നീ പോയി തൊഴുത്തിന്റെ കിഴക്കു ഭാഗത്ത് നിൽക്കുന്ന പൈക്കളോടെല്ലാം തെക്കോട്ട് നിൽക്കാൻ പറ. കിഴക്ക് ഭാഗം ജോസഫും മേരിയും ഉപയോഗിച്ചോട്ടെ. ആയിക്കോട്ടെ. പോത്തമ്മാവ, കാളക്കുട്ട, അവര് വരുമ്പോൾ നിങ്ങൾ അന്ന് പുറത്തിറങ്ങി നിൽക്കണം. രാത്രിയല്ല. അവരെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്നാൽ നിങ്ങൾ അവരെ ഓടിക്കണം. അതിനെന്താ, ഇപ്പോൾ തന്നെ ഇറങ്ങി നിൽക്കാലോ. അത് കണ്ടോ പോത്തമ്മാവ, നമ്മുടെ തൊഴുത്തിന് മുകളിൽ നല്ല പ്രകാശമുള്ള ഒരു സുന്ദരി നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ട് ട്ടോ. മേരി, സൂക്ഷിച്ചു കയറ്. ദാ ഇവിടെ ഇരുന്നു. ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോളൂ. എന്തൊരു ഭംഗിയാണല്ലേ ആ സ്ത്രീയെ കാണാൻ. എന്തൊരു ഐശ്വര്യം. സത്യം. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ആകാശത്ത് നിന്ന് പാട്ടുപാടുന്ന പെൺകുട്ടികൾ ആരാണാവോ? അതാണ് അമ്മാവ മാലാകമാർ. പൂവാലി, കുഞ്ഞുവാവ പിറന്നു. എന്തൊരു ചൈതന്യമുള്ള കുഞ്ഞ്. കണ്ടാലും കണ്ടാലും മതി വരില്ല. ഞാനും കണ്ടു. പിന്നെയും ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അത് നമ്മുടെ മലഞ്ചെരിവിൽ ആടും മേയ്ക്കുന്ന ആട്ടിരന്മാരാ. ആഹാ, ചെമ്മരി കുഞ്ഞുങ്ങളുമുണ്ടല്ലോ കൂടെ. നന്നായി, അവരെ കണ്ടിട്ട് കുറെ നാളായി. കുഞ്ഞുവാവ പിറന്നപ്പോൾ മുതൽ പൈക്കുറിഞ്ഞിയും കിങ്ങിണി കുഞ്ഞാടും അടുത്തു നിന്ന് മാറിയിട്ടേയില്ല. നിങ്ങളൊന്ന് മാറിയേ കുട്ടികളെ. ചെമ്മരിക്കും കുഞ്ഞുങ്ങൾ പോട്ടെ. ഓ, അവരെ കണ്ടപ്പോ അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ട. പോടി അസൂയക്കാരി. അതാരാ? നമ്മുടെ ചങ്ങാലിപ്രാവല്ലേ വരുന്നത്? ഇവളെന്താ ഈ പാതിരാത്രിയിൽ? എന്താടി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? പാതിരാത്രി പറന്നു കളിക്കുകയാണോ? ദൂരത്തു നിന്നും 3 രാജാക്കന്മാർ ഇവിടേക്ക് വരുന്നുണ്ട് ഈ കുഞ്ഞിനെ കാണാൻ. അവരുടെ കൈ നിറയെ സമ്മാനവുമുണ്ട്. രാജാക്കന്മാർ വരുന്നത് ഒട്ടകപ്പുറത്താവും. ഒട്ടകങ്ങളും കേൾക്കാൻ നമ്മുടെ തൊഴുത്തിൽ സ്ഥലമില്ല. അതിനെന്താ അമ്മേ, അവ വടക്കുഭാഗത്തെ പലകളുടെ ചോട്ടിൽ കിടന്നോട്ടെ. അവിടെയാകുമ്പോ പകൽ തണലും രാത്രി തണുപ്പും ഉണ്ടാകും. അത് ശരിയാ. ദൂരത്ത്
പുറത്തു നിന്നും വരുന്നത് കൊണ്ട് ഒട്ടകങ്ങളും വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, നമ്മുടെ വെള്ളത്തൊട്ടി നിറയെ വെള്ളം, തൊട്ടിയിൽ പുറം നിറയെ പുല്ലുമുണ്ട്. പക്ഷേ തട്ടിൻ പുറത്തെ പുല്ലിങ്ങനെ താഴെ ഇറക്കും. ആ വാനര വീണൻ വന്നെങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് അവനെല്ലാം താഴെ ഇറക്കിയാനെ. അവിടെയാരെ എന്റെ കാര്യം പറഞ്ഞത്? പറഞ്ഞു തീർന്നില്ല, ആളെത്തി. പൈക്കുറിഞ്ഞി, നീ ഇവനെയും കൂട്ടിപ്പോയി മുകളിലിരിക്കുന്ന പുല്ലെല്ലാം വലിച്ചു താഴെയിട്. അത് ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാം. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഒരു കാലത്ത് കേരളത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്ന ചിത്രം. സുന്ദരിയായ നാദിയ മൊയ്തു എന്ന നായികയെ മലയാളത്തിന് സമ്മാനിച്ച ചിത്രം. ആ ചിത്രത്തിൽ ഒരു ക്രിസ്മസ് ഗാനമുണ്ട്. ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കംപ്ലീറ്റ് വൈബ്സും ആവാഹിച്ചെടുത്തൊരു ഗാനം. ആ ഗാനം ആലപിക്കുന്നു ഫൈസിയിലെ കുട്ടിപ്പാട്ടുകാർ. ആരാധന നിശാ സംഗീതമേള വരൂ വരൂ ദേവൻ പിറന്നിതാ തൊഴാം തൊഴാം നാഥൻ പിറന്നിതാ. പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, മനസ്സേ ആസ്വദിക്കൂ ആവോളം, മനസ്സേ ആസ്വദിക്കൂ ആവോളം. തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, മനസ്സേ ആസ്വദിക്കൂ ആവോളം, മനസ്സേ ആസ്വദിക്കൂ ആവോളം. കതിരോ കണ്ണാടി ചില്ലിന്റെ കല്ലിപ്പൊലിയോ, പുള്ളിന്റെ ഉള്ളിലിട്ടാരോ കത്തിച്ച മരപ്പടക്കോ താളപ്പൊലിയോ. തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പൂ, മനസ്സേ ആസ്വദിക്കൂ ആവോളം, മനസ്സേ ആസ്വദിക്കൂ ആവോളം. തിരി പുഞ്ചിരിച്ചപ്പോ ജിംഗിൾ ജിംഗിൾ ബെൽസ്, അങ്കിൾ സാന്റാ ക്ലോസ്, കം കം കം, വീണ ബൺസൺ റോൾ. ഹായ് ജിംഗിൾ ജിംഗിൾ ബെൽസ്, അങ്കിൾ സാന്റാ ക്ലോസ്, കം കം കം, വീണ ബൺസൺ റോൾ. ഈ നക്ഷത്രക്കുന്നിൽ ഈ പുൽക്കൂടിനുള്ളിൽ മഴവിൽ കൊടികൾ മണിഗോപുരമിട്ടൊരു മച്ചകമേടയിൽ. ഈ നക്ഷത്രക്കുന്നിൽ ഈ പുൽക്കുടലിനുള്ളിൽ മഴവിൽ കൊടികൾ മണിഗോപുരമിട്ടൊരു മച്ചകമേടയിൽ. ഹായ് ജിംഗിൾ ജിംഗിൾ ബെൽസ്, അങ്കിൾ സാന്റാ ക്ലോസ്, കം കം കം, വീണ ബൺസൺ റോൾ. ഹായ് ജിംഗിൾ ജിംഗിൾ ബെൽസ്, അങ്കിൾ സാന്റാ ക്ലോസ്, കം കം കം, വീണ ബൺസൺ റോൾ. ഹായ് ജിംഗിൾ ജിംഗിൾ ബെൽസ്, അങ്കിൾ സാന്റാ ക്ലോസ്, കം കം കം, വീണ ബൺസൺ റോൾ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മുൻപേ പറക്കുന്ന പക്ഷികൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാറില്ല. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരൻ വില്യം ബ്ലേക്കിനും സംഭവിച്ചത് അതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിഗൂഢ ദാർശനികത പുലർത്തിയിരുന്ന കവിതകളും ചിത്രങ്ങളും സമകാലീനർ ഭ്രാന്തെന്ന് മുദ്രകുത്തി. അതിനാൽ തന്നെ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എവിടെയും അംഗീകരിക്കപ്പെട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് അതുല്യ സർഗശക്തിയുടെ രാജകുമാരൻ എന്ന് അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്തകളും സമകാലീനർക്ക് സമമായിരുന്നില്ല, മറിച്ച് എല്ലാം വരും തലമുറയ്ക്ക് സമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലായ ക്രിസ്മസ് കരോളിനെ കുറിച്ചാണ് ദേവി കൃഷ്ണ ഇവിടെ സംസാരിക്കുന്നത്. ഒരു ക്രിസ്മസ് കരോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ സുപ്രസിദ്ധ എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസിന്റെ പ്രസിദ്ധമായ ചെറു നോവലാണ് ഒരു ക്രിസ്മസ് കരോൾ.
ലുബ്ധനും അത്യാഗ്രഹവുമായ എബൻസീർ സ്ക്യൂജ് എന്ന വയോധികന് ഒരു ക്രിസ്മസ് കാലത്ത് മരിച്ചുപോയ സുഹൃത്തിനെയും ആത്മാവിനെയും പിന്നീട് ഭൂതവർത്തമാനമായ ഭാവി കാലങ്ങളിലെ ക്രിസ്മസ് ആത്മാക്കളെയും കാണുകയും തന്റെ ഭൂതവർത്തമാന ഭാവികളെയും ക്രിസ്മസ് ദൃശ്യങ്ങൾ കണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് കഥ. 1843 പ്രസിദ്ധീകരിച്ച ഈ കൃതിയെ വിമർശകരും വായനക്കാരും നല്ല രീതിയിൽ സ്വീകരിച്ചു. ഇത് പല ഭാഷകളിൽ തർജിമ ചെയ്തിട്ടുണ്ട്. ഈ ചെറു നോവലിനെ ആസ്പദമാക്കി അനേകം നാടകങ്ങളെയും സിനിമയും നിർമ്മിച്ചിട്ടുണ്ട്. പ്രമേയം സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവാണ് കഥാതന്തു. സ്വാർത്ഥപരമായ ജീവിതത്തിൽ നിന്നും സമൂഹത്തെ സഹായിക്കുന്ന സന്തോഷവാനുള്ള സ്ക്യൂജിന്റെ മാറ്റമാണ് ക്രിസ്മസിന്റെ കഥയുടെയും അർത്ഥം. പ്രഭാവം: ഇംഗ്ലണ്ടിലെ ക്രിസ്മസ് ആഘോഷ രീതിയിൽ തന്നെ ക്രിസ്മസ് കരോൾ എന്ന നോവൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ക്രിസ്മസിനെ ഒരു പ്രധാന വിശേഷ ദിനമായി വശമാക്കുകയും കുടുംബവും കൂട്ടുകാരുമൊത്ത് കൂടുവാനുള്ള ദിവസമാക്കുകയും പാവങ്ങളെ സഹായിക്കാനുള്ള ദിവസമാക്കുകയും ചെയ്തതിൽ ഈ കൃതി പങ്കുവഹിച്ചിട്ടുണ്ട്. ബുക്ക് സമ്മറി: 6 പിശുക്കനായ വയസ്സൻ സ്ക്യൂജ് ക്രിസ്മസ് ആഘോഷങ്ങൾ വെറുത്തിരുന്നു. സ്വാർത്ഥതയും പരുക്കനും ഏകാകിയുമായ അയാളുടെ സ്വഭാവത്തെ മാറ്റുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരു ഭീകര രാത്രിയിൽ 4 പ്രേതാത്മാക്കൾ സ്ക്യൂജിനെ വേട്ടയാടുന്നു. എന്തിനാണ് അവർ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അയാളെ ഓർപ്പിക്കുന്നത്? ക്രിസ്മസ് കരോൾ ആകാശ പ്രശസ്തമായ ഈ കഥ ഒരുപോലെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ തട്ടിപ്പ് എന്ന് സ്ക്രൂജ് എപ്പോഴും കരുതുമോ? എന്നെങ്കിലും ക്രിസ്മസ് ആശംസകൾ എന്ന് മറ്റുള്ളവർ വിളിച്ചു പറയുമോ? ഇതറിയാനായി വായിക്കൂ ചാൾസ് ഡിക്കൻസിലെ ഒരു ക്രിസ്മസ് കരോൾ. ഇനി വൈഗ രജിത്ത് ആലപിക്കുന്ന ഒരു കൊച്ചു ക്രിസ്മസ് കവിത കേൾക്കാം. പക്ഷേ ഇതിൻ്റെ ട്യൂൺ ഇതെവിടെന്നോ അടിച്ചു മാറ്റിയതാണോ എന്നൊരു സംശയം. Christmas time is here, Christmas time is here, hustle bustle busy time as Christmas tree is here, Christmas tree are up, Christmas tree are up, distant balls and popcorn too as Christmas time is here, Santa Claus is here, Santa Claus is here, being gift and talking to us Christmas time is here. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫൈസിയിൽ നിന്ന് മമിയ സെബിൻ. വിശുദ്ധ ചാവറച്ചൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ മികവിൻ്റെ പാതയിൽ എന്നും മുന്നോട്ട് കുതിക്കുന്ന പൈതൃക വിദ്യാലയമായ കൂന്നമാവ് സെൻറ്റ് ഫിലോമിനാസിൽ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. ഡിസംബർ 5-ാം തീയതി വിദ്യാലയത്തിൽ വേൾഡ് സോയിൽ ഡേ ആചരിച്ചു. കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ട് പ്രകൃതിയെ സംരക്ഷിക്കുക, ഭൂമിയെ സ്നേഹിക്കുക എന്ന സന്ദേശം നൽകി. കൂടാതെ ആൻ മേരി ആൽഫ്രഡ് അസംബ്ലിയിൽ പ്രകൃതി സംരക്ഷണ സന്ദേശവും നൽകി. വരാപ്പുഴ അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകർക്കായി ലാംഗ്വേജ് ടീച്ചിങ് എന്ന വിഷയത്തിൽ ഡിസംബർ 9-ാം തീയതി സംഘടിപ്പിച്ച ശില്പശാലയിൽ നമ്മുടെ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകർ പങ്കെടുത്തു. സ്ത്രീനിയമത നിരോധന ഉത്തരവ് പിൻവലിക്കുക എന്ന ആവശ്യവുമായി കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 9-ാം തീയതി അധ്യാപകർ പ്രതിഷേധ ദിനമായി ആചരിച്ചു. നമ്മുടെ വിദ്യാലയത്തിൽ 10B-യിൽ പഠിക്കുന്ന സെൻറ്റ് സ്റ്റെഫിൻ PV വരാപ്പുഴ അതിരൂപത തലത്തിൽ നടന്ന നവദർശന GK
ക്വിസിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം നമ്മുടെ വിദ്യാലയത്തിൽ സമുചിതമായി ആചരിച്ചു. പ്രത്യേക അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി മിനി ഏലിയാസ് ടീച്ചർ സന്ദേശം നൽകി. കുട്ടികൾ ബോധവൽക്കരണമായ സന്ദേശം, പോസ്റ്റർ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. ഡിസംബർ 10 വിദ്യാലയത്തിൽ അർദ്ധവാർഷിക പരീക്ഷകൾ ആരംഭിച്ചു. കുറ്റമറ്റ രീതിയിൽ പുരോഗമിക്കുന്നു കുട്ടികൾ പഠന തിരക്കിലേക്ക്. മോറൽ സയൻസ് പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചു. 2025 ജനുവരി 3 ആയിരിക്കും ഈ അധ്യയന വർഷത്തിലെ മോറൽ സയൻസ് പരീക്ഷ നടക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇനിയും പുത്തൻ വാർത്തകളുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരും. നമ്മുടേതല്ല എന്ന് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ മനസ്സ് കാണിക്കുമ്പോൾ നമ്മിലെ മനുഷ്യത്വം പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. അടുത്തയാഴ്ച 10A and B ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്ന ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ പൈലറ്റ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദൈവികതയെ മനുഷ്യത്വത്തിൽ പൊതിഞ്ഞ ലോകത്തിന് സമ്മാനിച്ച ക്രിസ്മസ് പോലെ അപരരിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലാകാൻ നമ്മിലെ മനുഷ്യത്വത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 5C സ്റ്റുഡൻസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ